എത്രയും ബഹുമാനപ്പെട്ട വന്ദ്യപിതാവേ, ഈ മാസത്തിലെ എൻ്റെ സകല പ്രവൃത്തികൾക്കും കീഴ്വഴക്കത്തിൻ്റെ യോഗ്യത ലഭിക്കുന്നതിനു വേണ്ടി അങ്ങയുടെ സ്ലേഹായ്ക്കടുത്തതും ആത്മപിതാവിനടുത്തതുമായ ആശീർവാദം താഴ്മയോടെ അപേക്ഷിക്കുന്നു. പിതാവ് മണലൂർക്ക് പോകുമെന്ന് പറഞ്ഞ ദിവസം മഴയും മറ്റും ഉണ്ടായിരുന്നതുകൊണ്ട് വിശേഷാൽ വല്ല അസുഖങ്ങളുണ്ടായോ? ഇപ്പോഴത്തെ ആരോഗ്യസ്ഥിതി എങ്ങനെയാണെന്ന് അറിയുവാൻ അത്യധികം ആഗ്രഹിക്കുന്നു. എൻ്റെ അപ്പനിൽ നിന്നും അങ്ങയുടെ സ്നേഹമക്കളുടെ സമൂഹത്തിൽ നിന്നും ശരീരം കൊണ്ട് മാത്രം ഞാൻ അകന്നിരിക്കുന്നു. അരൂപിയിൽ അവരുടെ തീഷ്ണതയുള്ള സകല പുണ്യകൃത്യങ്ങൾക്കും ഈ അയോഗ്യമകൾ സഹകാരിയാകുവാൻ നിശ്ചയിച്ചിട്ടുണ്ട്. സ്നേഹ അപ്പനെ ഓർക്കാത്ത ദിവസങ്ങളില്ല. ഇന്നലത്തെ കുർബാനയും കുർബാന സ്വീകരണവും മറ്റും കാഴ്ചവെച്ച് വിശുദ്ധ തോമാസ് സ്ലീഹായെപ്പോലെ പിതാവിനെയും മാക്കി തീർക്കണമേ എന്ന് അപേക്ഷിച്ചിട്ടുണ്ട്. ഇതല്ലാതെ ഈ അയോഗ്യ മകളാൽ ഒന്നും ചെയ്യുവാൻ കഴിയുകയില്ലല്ലോ. പിതാവേ, ഞാൻ തന്നിരിക്കുന്ന ആ കൊച്ചു കൊന്ത ആർക്കും കൊടുക്കാതെ നിത്യ ഓർമ്മയ്ക്കായി മരണത്തോളം ഉപയോഗിക്കണമെന്ന് താഴ്മയോടെ അപേക്ഷിക്കുന്നു. ഞാനിവിടെ വന്നതിൽ പിന്നെ സ്നേഹ അപ്പൻ്റെ എരിവുള്ള ഗുണദോഷങ്ങൾ എല്ലായ്പ്പോഴും ഓർത്ത് അതിന് തക്കവണ്ണം ജീവിക്കുന്നതിന് സാധിക്കുന്നതുപോലെ ശ്രമിക്കുന്നുണ്ട്. ധ്യാനവും ആത്മശോധനയും അതുപോലെയുള്ള സകല പ്രവർത്തികളും അവിടെ വെച്ച് ചെയ്തിരുന്നതിലുമധികം ആഗ്രഹത്തോടെ ചെയ്തു വരുന്നു. കുർബാന എന്ന ഈ പരമഭാഗ്യം ഇവിടെ വളരെ കുറവുള്ളതുകൊണ്ട് ഉള്ളിൽ വളരെ സങ്കടവും ഈ കുറവ് തീർക്കുന്നതിന് എന്ത് പ്രവൃത്തിയെങ്കിലും ചെയ്യുന്നതിനും വലിയ വിശപ്പും ആഗ്രഹവും എല്ലായ്പ്പോഴും ഈ അയോഗ്യ മകളുടെ ഹൃദയത്തിൽ അധികമായി വരുന്നുണ്ട്. സ്നേഹപിതാവ് കുർബാനയിൽ പ്രത്യേകം ഈ അയോഗ്യ മകളെയോർത്ത് പ്രാർത്ഥിക്കണമെന്ന് താഴ്മയോടെ അപേക്ഷിക്കുന്നു. കീഴ്വഴക്കത്തിനടുത്ത പ്രവൃത്തികൾക്കും സ്വന്തം മനസ്സിന് വിരോധമായ പ്രവൃത്തികൾക്കും ഏകാന്തമായ മൗനവും പാലിക്കുന്നതിനും ദൈവസഹായത്താൽ നല്ല ആഗ്രഹവും താൽപ്പര്യവുമുണ്ട്. മറ്റെല്ലാ കാര്യങ്ങളും സ്നേഹാപ്പനെ അറിയിച്ചതുപോലെയാകുന്നു. പിതാവേ, ഞാൻ ഒല്ലൂരിൽ നിന്ന് ഇങ്ങോട്ട് പോരുന്ന ദിവസം കുർബാന കൈക്കൊണ്ട് നിൽക്കുന്ന സമയമുണ്ടായ ഒരു സംഭവത്താൽ എൻ്റെ ഹൃദയം വളരെയധികം ദുഃഖിച്ചു. അത് ഒരാൾ എൻ്റെ അടുക്കൽ വന്ന്, എൻ്റെ മകളെ, നീ പോവുകയാണോ എന്ന് ചോദിച്ച് എൻ്റെ പാവപ്പെട്ട കൈക്ക് ആ വെണ്മയുള്ള കൈകൊണ്ട് പിടിച്ച് നീ വേഗം വരണമെന്ന് പറഞ്ഞു. പിന്നെ 2 കാര്യങ്ങൾ കൂടി പറഞ്ഞു. അത് ഞാൻ ഓർക്കുന്നില്ല. ആ സമയം വലിയ ദുഃഖം എൻ്റെ ഹൃദയത്തിലുണ്ടായി. ആളെ എനിക്ക് മനസ്സിലായില്ലെങ്കിലും ഞാൻ ഇങ്ങനെ ചോദിച്ചു, ഞാൻ എന്ത് ചെയ്യണം അമ്മേ? ഞാൻ ഇപ്പോൾ പോകണോ അതോ നിൽക്കണോ? എന്തു ചെയ്യേണ്ടു എന്ന് ഞാൻ ആ നേരത്തിലുണ്ടായ വ്യസനത്താൽ ചോദിച്ചു. അപ്പോൾ എൻ്റെ തലയിൽ കൈവച്ച്, ഇപ്പോൾ നീ പോവുക, ധൈര്യമായിരിക്കുക മകളെ, നിന്റെ പിതാവ് കൽപ്പിച്ചത് നിറവേറ്റുക, ആ ഉപവിപ്രവൃത്തി എനിക്ക് ഇഷ്ടമാകുന്നു എന്ന് പറഞ്ഞുപോയി. പിന്നെ ഞാൻ കണ്ടില്ല. ഇതിനാൽ എൻ്റെ ഹൃദയത്തിൽ വലിയൊരു ദുഃഖമുണ്ടായിരുന്നു. ഒടുവിൽ ഇറങ്ങുന്ന നേരത്ത് ഞാൻ പ്രാർത്ഥന മുറിയിൽ ചെന്ന് പരിശുദ്ധ അമലോത്ഭവ അമ്മയോട് യാത്ര പറഞ്ഞ് ആശീർവാദവും മേടിച്ച് സാഷ്ടാംഗം വീണ് കിടക്കുമ്പോൾ ഏവുപ്രാസ്യ മകളെ എന്ന് വിളിച്ച ഒരു സ്വരം കേട്ടെഴുന്നേറ്റു. വ്യസനിക്കേണ്ട, പോവുക എന്നു പറഞ്ഞു. എൻ്റെ അമ്മയുടെ തൃപ്പാദം മുത്തിപ്പോന്നു. പിന്നെ ഒന്നുമുണ്ടായില്ല. പലപ്പോഴായി എനിക്കുണ്ടായിട്ടുള്ളതും സ്നേഹ അപ്പനെ അറിയിച്ചിട്ടുള്ളതുമായ കാര്യങ്ങൾ എൻ്റെ തോന്നലുകളാണെന്ന് വിചാരിക്കുന്നത് എനിക്ക് വളരെ സന്തോഷമാകുന്നു. ഒന്നും വിശ്വസിക്കല്ലേ. ഇതെല്ലാം വളരെ രഹസ്യമായി കാക്കണമെന്ന് താഴ്മയോടെ അപേക്ഷിക്കുന്നു. എൻ്റെ പിതാവിനോടല്ലാതെ ബോധത്തോടുകൂടെ ആരോടും ഞാൻ ഒന്നും പറഞ്ഞിട്ടില്ല. എനിക്ക് ബോധമില്ലാത്തപ്പോൾ സംഭവിച്ചതിനെക്കുറിച്ച് സ്നേഹ അപ്പനോട് ഞാൻ അറിയിച്ചതുപോലെ വളരെ ദുഃഖിക്കുകയും വിഷാദിക്കുകയും ചെയ്യുന്നതിന് ഇടയായിട്ടുണ്ട്. ഇനി ബോധക്കേട് വന്നാലും ആരോടും മിണ്ടിക്കൂടാ എന്ന് സ്നേഹപിതാവ് എന്നോട് കൽപ്പിച്ചു തരണമെന്ന് താഴ്മയോടെ അപേക്ഷിക്കുന്നു. പിതാവേ, ഇവിടെ 10 ദിവസത്തെ മുഴുവൻ ധ്യാനം തുടങ്ങാൻ പോകുന്നു. നല്ലവണ്ണം ഈ അയോഗ്യമകൾ ധ്യാനിക്കുന്നതിനും തക്ക ഫലം ഈ പരിശുദ്ധ ദിവസങ്ങളിൽ നിന്ന് എടുക്കുന്നതിനും എൻ്റെ മന്ദജീവിതത്തെ മാറ്റുന്നതിനും വേണ്ടി അങ്ങയുടെ എരിവുള്ള ജപധ്യാനങ്ങളിലും പ്രത്യേകം ദിവ്യപൂജയിലും ഈ അയോഗ്യമകൾക്ക് വേണ്ടി പ്രാർത്ഥിക്കണമെന്ന് താഴ്മയോടെ അപേക്ഷിക്കുന്നു.
ഈ ധ്യാന ദിവസങ്ങളിൽ 4 മണിക്കൂർ സമയം മുള്ളരഞ്ഞാണം ഉപയോഗിക്കുന്നതിനും തലയ്ക്കൽ കല്ല് വെച്ച് കിടക്കുന്നതിനും 14 പ്രാവശ്യം മുഴുവൻ സാഷ്ടാംഗം വീണ് 14 സ്വർഗസ്ഥനായ പിതാവേ, 14 നന്മ നിറഞ്ഞ മറിയമേ, 14 ത്രിത്വസ്തുതി എന്നിവ ചൊല്ലുന്നതിനും കയ്യിൽ മുട്ടുകുത്തി അനുതാപ സങ്കീർത്തനം ചൊല്ലുന്നതിനും കൂടെ അനുവദിക്കണമെന്ന് താഴ്മയോടെ അപേക്ഷിക്കുന്നു. പിതാവേ, ഗുണദോഷം കേൾക്കുവാൻ ഒരു വഴിയുമില്ലല്ലോ. അതിനാൽ ഒരു ഗുണദോഷ മറുപടിയും അങ്ങയുടെ സ്ലീഹായ്ക്കടുത്തതും ആത്മപിതാവിനടുത്തതുമായ ആശീർവാദവും താഴ്മയോടെ അപേക്ഷിക്കുന്നു. ഈ എഴുത്ത് ആരെയും കാണിക്കാതെ കീറിക്കളയണമെന്ന് അപേക്ഷിക്കുന്നു. സ്നേഹപിതാവിൻ്റെ സ്വാതന്ത്ര്യത്തിനും അപേക്ഷയ്ക്കും അകലെയായിരിക്കുന്ന ഈ മകളെ മുഴുവനും ഏൽപ്പിച്ചിരിക്കുന്നു. മറക്കല്ലേ പിതാവേ, അയോഗ്യ ശുശ്രൂഷയും ദാസിയും അകലപ്പെട്ട മകളുമായ ഈശോയുടെ തിരുഹൃദയത്തിൻ്റെ ഏവുപ്രാസയ